ഹായ് 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 ചെയ്യാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ചായ കുടി ഒരു കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. 9:20 ആ വണ്ടിയിലാക്കാനൊക്കെ വേണ്ട 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 എനിക്കതിൻ്റെ സ്മെല്ല് വേണ്ടക്ക് എന്താ അല്ലപ്പത് എനിക്ക് എന്നിട്ടേറെ ഇപ്പോഴോട് ക്ലിയർ ആയിട്ടില്ല. അപ്പം ഞാൻ നേരെ ആശുപത്രിക്കാണ്. ആശുപത്രിയിൽ പോകാതെ നമ്മൾ ഇത്രയും ദിവസം പിടിച്ചിരുന്നത്. ക്ലിയർ ആവും റെസ്റ്റ് എടുത്താൽ മാറും കയറ്റി നിന്നു. മാറി പനിയൊന്നുമില്ല, പക്ഷേങ്കിൽ ഇപ്പോൾ തലവേദനയ്ക്കിട്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് കഫക്കെട്ടായിപ്പത് അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. പനിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇല്ലാഞ്ഞത് അതൊക്കെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. മെയിനായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഫുള്ളായിട്ട് വീട്ടിൽ റെസ്റ്റിലായിരുന്നു. അപ്പം പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. മര്യാദക്കൊന്ന് കിടന്നുറങ്ങരുത്, വെറും കിടത്താൻ തന്നെ. നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇന്നലെ ഉണ്ട്. ഇത് സ്റ്റാർട്ടിങ് ചെറിയൊരു പ്രശ്നം. എന്ന സംഭവം അങ്ങനെ ബാറ്ററിയാണ് പ്രശ്നം. പുതിയ ബാറ്ററിയാണല്ലോ. പുതിയ ബാറ്ററിക്ക് ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി പാടില്ല. എന്താ സംഭവം ഒന്നുകൂടി സ്റ്റാർട്ടാക്കി നോക്കാം. ഇതിനിവിടെ എന്താ പറയുക, ഹീറ്റർ പ്ലഗ് ഉണ്ട്. ഹീറ്റർ പ്ലഗ് ഹീറ്റായിട്ടാണ് അങ്ങനെയാണല്ലോ. അവസാനം തള്ളി സ്റ്റാർട്ടാക്കിയിട്ടാണ് നമ്മൾ പോരുന്നത്. എന്താ പറയാ, അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ ടൈം കുറേ ആയി. 9:45 9:50 ആവാറായിട്ടാ. സാധനം കിട്ടി. ഡോക്ടറെ കണ്ടു. മരുന്ന് കിട്ടാനേ എൻ്റെ 236 നമ്പർ. പക്ഷേങ്കിൽ അവിടെ 136 ഇത്ര അങ്ങനെ ആളുകൾ അവിടെ ഇരിക്കണത്. എന്താ പറയുക, പക്ഷെ ഇന്ന് തിരക്ക് കുറവുണ്ട് ഹോസ്പിറ്റലിൽ പൊതുവെ. ഒന്നിലേറെ ജനറലൊക്കെ 4 ഡോക്ടർമാരൊക്കെ ഉണ്ട്. മെച്ചുണ്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ടാകില്ല എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് അടിച്ചു നോക്കാം. ഓക്കെ, സ്റ്റാർട്ടായിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ഇറക്കം വിടാം. ചാവിയൊക്കെ ഓണാക്കിയിരിക്കണം. റെഡി ടു സ്റ്റാർട്ടിലൊക്കെയാണ്. ഹീറ്റർ പ്ലഗ് ഒന്ന് കേട്ടെ, അടിച്ചോളാം. അപ്പൊ എന്താ വെച്ചാല് ബാറ്ററി ഇറങ്ങണ വിഷയമാണ്, അല്ലാത്ത വിഷയമല്ല. ഞാൻ എന്തായാലും സ്റ്റാൻഡിൽ പോയിട്ട് ഒരു ലോക്കലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരാം. സ്റ്റാൻഡിൽ നിന്ന് അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്, ബ്ലോക്കില്ല. സുഖകരമായ ഒരു ദിവസമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നിർത്താം. ഒരു 12 ആവില്ല, ഒരു 10 വണ്ടിക്കായിട്ട് നിർത്തിയിരിക്കുന്നത്. വണ്ടി ഇപ്പൊ സ്റ്റാർട്ടിങ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഒരു ലോക്കൽ പോകുന്നതാണ്. ഇപ്പോഴാണ് നമുക്കൊരു കൈനീട്ടം കിട്ടുന്നത്. സമയം 11:10 ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. മരുന്ന് മേടിക്കണ്ടേ, നമ്മൾ മരുന്ന് മേടിച്ചില്ലല്ലോ. മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഡോക്ടർ എന്നോട് പറഞ്ഞത് നീരിറക്കത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അതായത് എന്താ പറയാ, ഈ ചൂടത്ത് പോയാണ്ട് വിയർത്താണ്ട് കുളിച്ചോ എന്നൊക്കെ ചോദിച്ചു. നീരിറങ്ങിയതാണെന്നാണ്. ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തതുമില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഈ ബ്ലാസ്റ്റ് അറിയേണ്ട സിനിമ ഉണ്ടല്ലോ നമ്മളെ അർജുന്റെ, അപ്പൊ അതിന് നമ്മൾ ദൃശ്യം വന്നിട്ട് കണ്ടിട്ടില്ല, കാട്ടാളം കണ്ടിട്ടില്ല, ഇതൊന്നും നമ്മൾ കണ്ടില്ല. കാണാത്ത കാരണം പറഞ്ഞൊന്ന് പോരാന്ന് കേട്ടപ്പോ ദൃശ്യം പിന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ദൃശ്യം ഞാൻ പോയി കണ്ടിട്ടുമില്ല. അപ്പൊ ഞങ്ങള് ഈ ബ്ലാസ്റ്റിന് പോയാലോ എന്നുള്ളതുണ്ട്. അപ്പൊ ബ്ലാസ്റ്റ് വണ്ടൂർ തിയേറ്ററിലില്ല, നിലമ്പൂർ തിയേറ്ററിലുള്ളൂ. നിലമ്പൂർ ഫെയർലാൻഡ് തിയേറ്ററുണ്ട്, ഫെയർലാൻഡിലുള്ളൂ. അപ്പൊ മിക്കവാറും 2:30 അതിന് പോകാൻ സാധ്യത ഉണ്ട്. മരുന്ന് കിട്ടി. മൂക്കിലിറ്റിക്കാനൊരു തുള്ളി മരുന്നുണ്ട്. ഇത് കടപ്പിനുള്ളതാണ്. പിന്നെ കിട്ടിയത് എനിക്ക് ആകെ 2 മരുന്നാണ്. ഇതൊന്ന് പാരസെറ്റാമോൾ IP 500. ഓക്കെ, അതാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം പുറത്തുനിന്ന് വന്നു, അത് സിട്രിസം. ഇത് രണ്ടും തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം ഞാൻ തന്നെ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള സംഭവം എന്താ വെച്ചാൽ നമ്മൾ പരീക്ഷിച്ചതൊക്കെ ഇപ്പോൾ ഈ സിട്രിസം രാത്രി 1 ദിവസം 3 ദിവസം, ആകെ 3 ദിവസം കുടിക്കുക, രാത്രി ഓരോന്ന് വെച്ച്. അതുപോലെ തന്നെ പാരസെറ്റാമോൾ അതെങ്ങനെ കുടിക്കണം, അതും ഈ മരുന്ന് കുടീൻ്റെ ഒരു സംഭവമാണ്. ഇതെങ്ങനെ ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും കൂടി അറിയണം. 3-4 ലോക്കലൊക്കെ പോയി. ഞാനിനി ചോറിനാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോഴും തന്നെ ലോക്കൽ പോകുന്നതാണ്, ഒരു 30 രൂപയുടെ. ഇനി നേരെ വീട്ടിലേക്ക് ചോറിനാൻ. സമയം
1 മണിയായി. അപ്പൊ എന്താ പറയാ, ഒരു 100, 170, 210 ഉറുപ്പ്യൊക്കെ നമ്മൾ ഓടിയിട്ടുണ്ട്. പക്ഷെങ്കില് അസ്ലമിന്റെ ഒപ്പം സിനിമക്ക് പോകണം, ഓൻ വിടുന്നില്ല. ഞാനാണെങ്കി ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ എസിയിൽ ഇരിക്കണ്ടല്ലോ എന്ന് കരുതുമ്പോ ഓന് 15-ാം തീയതി പോവുകയാണ് ഗൾഫിക്ക്. അപ്പൊ ഓൻ ദുബായി പോവാ. പിന്നെ അവൻ അയക്കണില്ല. എന്റെ ഫ്രണ്ടാണ് കേട്ടോ അസ്ലമിന്റെ. കാണിച്ചരാ, നമ്മൾ പോകുമ്പോ ഓരപ്പാണ് നമ്മൾ പോണേ. നിലമ്പൂര് വരെ പോകും വേണം. പിന്നെ മാത്രല്ല, ഞാൻ കുറച്ച് ദിവസം ഓടിയില്ലല്ലോ, 2-3 ദിവസം ഓടിയിട്ടില്ല. അതിന്റെ ക്ഷീണയ്ക്ക് പൊതുവേ ഉണ്ട്. ഒരു മോരും കറി ഉണ്ട്, പിന്നെ ഉണക്കല് പൊരിച്ചതുണ്ട്, ചമ്മന്തി, പപ്പടം. ഉണക്കമീൻ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടായി. ആര്യക്ക് കാർട്ടൂൺ കാണണം, അവിടെ നിന്ന് കരയുണ്ട്. ആര്യ കരയ എന്നോട് പോകണ്ട പറഞ്ഞാണ്ട് ചെക്കന്മാർ വന്നിട്ട് അസ്ലമ് ബഷീറുണ്ട് അവിടെ. നമ്മളെ വണ്ടിയിലല്ല കേട്ടോ പോണേ, നമ്മുടെ വണ്ടി നമ്മുടെ സൈഡാക്കിയേക്കണ്, വീട്ടിൽ നിർത്തിയേക്കാണ്. ഓഫാക്കണ്ട, ഓഫാക്കിയോ? നീ ഇത് ബഷീർ, ഇത് അസ്ലമ്. സമയം 2:05 ആയിട്ടുണ്ട്. 2:30 ഷോ. ഞങ്ങളിപ്പോ നിലമ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടാ. നിലമ്പൂരിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ വലിയ തിരക്ക് കാര്യമൊന്നും കാണാനല്ല. നാളെ നമ്മൾക്ക് നിലമ്പൂരിലേക്ക് വരേണ്ടതാണ്. ചിന്നുവിനെ ചെക്കപ്പിന് വേണ്ടിയിട്ട് നാളെയാണ് നമുക്ക് വരേണ്ടത്. അപ്പൊ ഇതാണ് നമ്മളുടെ തിയേറ്റർ, ഫെയർലാൻഡ്. വെൽക്കം. മോഹൻലാൽ ഫാൻസ് വെൽക്കം വെച്ചിട്ട്. ഇവിടെ 4 സ്ക്രീൻ ഉണ്ട് കേട്ടോ. 4 സ്ക്രീൻ. 2 സ്ക്രീൻ ഇതിനകത്ത്, 2 സ്ക്രീൻ ഇതിനകത്ത്, അങ്ങനെ 4 സ്ക്രീൻ ഉണ്ട്. നമ്മളത് ഏത് സ്ക്രീനിലാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല, നോക്കണം. ടിക്കറ്റ് എടുക്കണം. അവിടെ ടിക്കറ്റ് എന്താ വില? നമ്മളവിടുത്തെ കാട്ടിൽ കൂടുതൽ ഉണ്ടാവും ഇവിടെ വില. ആദ്യം വണ്ടൂർ തിയേറ്റർ വരുന്നതിന് മുമ്പ്, റിലീസ് വരുന്നതിന് മുമ്പ്, എല്ലാ റിലീസിനും ഞങ്ങൾ വന്നിരുന്ന തിയേറ്ററാണ് കേട്ടോ. ഇപ്പൊ അങ്ങോട്ടേക്ക് വരലെന്നല്ല. ഇപ്പൊ ഞാൻ ലാസ്റ്റ് വന്നത് ഏതാന്ന് പോലും എനിക്ക് ഓർമ്മല്ല. പോലെ എടുക്കല്ലേ? ഏതായാലും നിങ്ങള് ഗൾഫിക്കൊക്കെ പോണോണ്ട് എന്റെ വകെ ഓക്കെ. സംഗതി പാളിയിരിക്കുകയാണ്. ഇവിടുത്തെ റിലീസിന്റെ ഡേറ്റ് അല്ലോ പറഞ്ഞ് 4-ാം തീയതിയാണ് പടം. മഞ്ചേരിയൊക്കെ ഉണ്ടല്ലോ പറഞ്ഞിട്ട് എന്താ കാട്ടണ്. ഇവിടെ 4-ാം തീയതി തൊട്ടാണ്. അപ്പൊ ഞങ്ങൾ വണ്ടൂരിലേക്ക് തിരിച്ചു പോവുകയാണ് അല്ലേ? അല്ലെ ദൃശ്യണ്ട്, ദൃശ്യത്തിനൊന്നും ആർക്കും റെങ്കില്ല. പിന്നെ ഇപ്പൊ ഏതാണുള്ളത്? പിന്നെ മറ്റേ കാട്ടാളുണ്ട്. കാട്ടാളം അത് റെങ്കില്ല അല്ലേ? ഒരു റെങ്കില്ല. അപ്പൊ ടിക്കറ്റ് പൈസ ഒക്കെ വറാവറാക്കിയോ തിരിച്ചു പോവാൻ നമുക്ക്. പൊട്ട വണ്ടി കൊണ്ടുവരും. കാര്യം എന്തൊക്കെയാലും ഞങ്ങൾക്ക് നിരാശയായി. മഴ പെയ്യുന്നുണ്ട്. ഇനി പോണ വഴിക്ക് എന്തേലൊക്കെ വെള്ളം കുടിച്ചിട്ടാണ് പോവാം. പിന്നെ കാണാൻ വന്ന സിനിമ ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും കാണുന്ന ശൈലി ഞങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് നേരെ വണ്ടൂര്. ബാക്കിയുള്ള 2 പടം വണ്ടൂരുണ്ട്, ഇത് മാത്രല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇറങ്ങടാ. കാര്യമൊക്കെ എന്തായാലും വണ്ടൂർ എത്താനായി. ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി അങ്ങാടിയേക്ക്. വെള്ളം കുടിച്ചിട്ട് പോയായിരുന്നു കരിമ്പ് ജ്യൂസ്. വണ്ടി എടുത്തു, നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇനി ഓട്ടം. ഇത്ര പണിയുള്ളൂ. ഡ്രസ്സ് മാറ്റുന്നു, ഇറങ്ങുന്നു. പക്ഷേങ്കിൽ നമ്മൾ ലാസ്റ്റ് 2-ാം തീയതി, ഇന്ന് 2-ാം തീയതിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്. 4-ാം തീയതി ഞങ്ങളുടെ വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റി തിയേറ്ററിൽ റിലീസ് വരുന്നുണ്ട്. അപ്പോ ഞങ്ങൾ അന്നേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത് 2 സീറ്റ്, ഞാനും അസ്ലമും മാത്രം. ബഷീർ അന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ഞങ്ങളുടെ ഉറപ്പൊന്നുമില്ല, നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ 4-ാം തീയതി നമ്മൾക്ക് ഈ ഒരു സമയത്ത് സിനിമയ്ക്ക് പോകാൻ വേണ്ടി പറ്റുമോ ഇല്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലൊക്കെ പറഞ്ഞേക്കും. മനസ്സിലായില്ലേ? നമ്മൾ ആരെങ്കിലൊക്കെ ആ ഒരു ടിക്കറ്റുമ്പോ പറഞ്ഞേക്കും, ഓരായാലും കാണിട്ടേക്കും. അതിന്റെ പൈസ ആക്കും പോലെ തന്നാ മതിട്ട് പറയും. നല്ല മഴ വരുന്നുണ്ട്, കാർമയൊക്കെ മൂടി കെട്ടി കിടക്കണ്ട. വാവ്. ചെങ്ങേമാർ ഉച്ചയ്ക്ക് ശേഷം 3-4 ലോക്കലൊക്കെ പോയിക്കണ്. ഇന്നത്തെ ഓട്ടത്തിന്റെ കണക്ക് നോക്കണ്ടട്ടാ. ഇന്നത്തെ ഓട്ടത്തിന്റെ കണക്ക് നോക്കണ്ട. അപ്പൊ ഞാനേ നാട്ടിക്ക് ലോക്കൽ കിട്ടിയപ്പോ കുറച്ച് മീന് വാങ്ങിയേക്കണ്. മീനിപ്പോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വാങ്ങലില്ലല്ലോ. വാങ്ങല്ലാറെ കിട്ടലില്ല നല്ല മീന്. പിന്നെ വാങ്ങലില്ല. അപ്പൊ ഇന്ന് കുറച്ച് മീൻ കണ്ടു ഞാൻ. നന്നായി മീൻ കൊണ്ടാ പാല് കിട്ടിയോ? മീന് ഇന്ന്
ഇന്ന് റംബുട്ടാന് സമയാട്ടെ, റംബുട്ടാന് പറിച്ചണുള്ളൂ അല്ലേ. റംബുട്ടാൻ കൊണ്ടിട്ടുണ്ട് ഞാൻ, പറിച്ചട്ടെ. റംബുട്ടാൻ കൊണ്ടിട്ടുണ്ട്, പറിച്ചട്ടെ. ഫസ്റ്റ് ഗ്യാപ്പാണ്, ഫസ്റ്റ് ഗ്യാപ്പ്. അതായത് ഫസ്റ്റ് ക്ലാസ് വണ്ടിയാണ് കേട്ടോ. ക്ലാസ് വണ്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ആരെല്ലൊക്കെ വരും അപ്പൊ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഐലാശ്ശേരിക്ക് TPM എന്ന് പറയുന്ന ഒരു ബസ് പുറപ്പെടുകയാണ് ഐലാശ്ശേരി ഭാഗത്തേക്ക്. ചെങ്ങൈമാരെ സമയം 5:37, അതായത് 5:40 ആയി തന്നെ പറയാം. പൂരാട് ഭാഗത്തേക്ക് ട്രിപ്പ് കിട്ടിയതാണ്. പനമ്പൊയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഏതാണ്ട് 9 കിലോമീറ്റർ. 9 കിലോമീറ്ററിന് വാടക 200 രൂപ. അപ്പൊ അത് കിട്ടി. ഇന്ന് വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ട്രിപ്പാണ് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന റോഡ് കേട്ടോ, മെയിൻ റോഡ്. സിനിമക്ക് പോയപ്പോഴേ ആര്യമോള് കരഞ്ഞു. അപ്പൊ ഞാൻ ഓളെ പിടിച്ചിരുത്തിയത് റംബുട്ടാൻ കൊണ്ടുവരാറുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങാൻ മറന്നു ചെയ്തു. ഇപ്പോള് ഞാനിപ്പോ മീൻ കൊണ്ടു കൊടുക്കാൻ ചെന്നപ്പോ ഓള് ചോദിച്ചതാണ് റംബുട്ടാന്. ഇനി പറഞ്ഞാലേ അടിപൊളി മധുരട്ടോ. ഒന്നും മറന്നാലും നമുക്ക് ഇഷ്ടാവില്ല. നല്ല മധുരം പറഞ്ഞ നല്ല മധുരം. എന്നാ ടേസ്റ്റാ. ഇതിപ്പോ മഴയായില്ലേ, ഇത് ഫുള്ളായിട്ട് റംബുട്ടാനൊക്കെ തന്നെ കാണും. ഇതിന് കിലോന്റെ വില ആക്കണത് ഈ വലുത്, അതായത് നമ്മള് ഫസ്റ്റ് കാഴ്ചത് കുറച്ച് വലുതാണ്. 350 റുപ്യ കിലോന്. അതായത് 100 റുപ്യൊക്കെ 4-5 ഉള്ളതില് 100 റുപ്യൊക്കെ വാങ്ങിയോളൂ. ഇതിന് വില കുറയും. ഇപ്പൊ സ്റ്റാർട്ടിങ് അല്ലേ. ഒരു മരമാണ് ഈ വീട് കിടക്കണത്. ഒരു ലോക്കൽ പോകുന്നതാണ് 60 രൂപയുടെ. സമയം 7:50, 8 മണി ആവാറായി. ഞാൻ ഇനി വീട്ടിലേക്ക് പോകട്ടോ, അങ്ങാടിയിലേക്കല്ല. കാരണം വീട്ടില് അമ്മ കൊട്ടിയൂര് പോയതാ. കൊട്ടിയൂര് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ഇന്നലെ വൈകിട്ട് പോയതാണ്. അവര് എത്താറായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ അവളെ അയച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മേടിക്കണം. അത് മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കയറാം എന്നെ കേൾക്കണം. ഇന്നത്തെ പരിപാടി ഓട്ടം നമ്മൾ നിർത്തിയിട്ടോ. ഇന്ന് എത്ര രൂപയ്ക്ക് ഓടി എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഉച്ച വരെ നോക്കിയായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഞാൻ മൈൻഡിൽ നിന്ന് വിട്ട് ഞാൻ ഒക്കെ പേഴ്സിലേക്ക് അങ്ങനെ വെച്ചേക്കാറുണ്ട്. എത്ര രൂപയ്ക്ക് ഓടി എന്നുള്ളതിന് കണക്കില്ലത്. കണക്കില്ലായികല്ല, ഒരു 500 രൂപ, 500, 600 ആ റേഞ്ചൊക്കെ ഓടിയിട്ടുണ്ടാവുള്ളൂ. അതിന്റെ മേലേക്കൊന്നും ഓടിയിട്ടുണ്ടാവില്ല. എവിടെ ഇവിടെ അല്ലേ? റംബുട്ടാന്. അതാണ് റംബുട്ടാന്. റംബുട്ടാൻ റംബുട്ടാൻ. മുറിച്ച് ക്യാമറ കുറെ ആയിരം റംബുട്ടാൻ ഉള്ളതാണ്. ഞാൻ റംബുട്ടാന്റെ സീസൺ ആയിട്ടുള്ളൂ. ഇപ്പോഴാണ് മരത്തുമ്മ ഉണ്ടാവുക, മനസ്സിലായോ? ഇതിനൊക്കെ സീസൺ ഉണ്ട്. ഭാഗം ഉണ്ടാണ പോലെ റംബുട്ടാൻ അനക്ക് കാണാനല്ല, ഇജ്ജ് കാണിച്ചു കൊടുക്കുക ക്യാമറയില്. കണ്ടാ റംബുട്ടാൻ. അതൊക്കെ ഫ്രൂട്ട്സല്ലേ? അതൊക്കെ ഫ്രൂട്ട്സ്. അത് അമ്പുട്ടാനല്ല, കൊച്ചു ടി വി. എന്നാ പിന്നെ വീട്ടിലെത്തിക്കണം. സമയം 8:15. സാധനങ്ങളൊക്കെ വാങ്ങി ഈ ഒരു വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഉള്ളി കുടിക്കണം, മൂക്കിലുറ്റിക്കണം, മരുന്ന് എത്തിക്കണം. ഇത് വർക്കിംഗ് ഇല്ല, ഇത് മാത്രം വർക്കിംഗ് ഉള്ളത്. ഇപ്പം വർക്ക് ചെയ്യിപ്പിക്കട്ടെ കേട്ടോ.